നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. അതായത് ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പികളിൽ ഏറ്റവും പ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു റെസിപ്പി. വേറെ ഒന്നിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട ഡൈനമൈറ്റ് ചിക്കനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് ഡൈനമൈറ്റ് ഷ്രിമ്പിന്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിവിടെ അത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ ടേസ്റ്റ് ചെയ്യാൻ ആരുമില്ല. ഇവിടെ ആരും ഷ്രിമ്പ് കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കനിൽ ഒതുക്കി. അപ്പോൾ ഇതന്നെ ഏകദേശം സെയിം റെസിപ്പി തന്നെയാണ്. അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ മഷ്റൂം വെച്ചിട്ടും സെയിം റെസിപ്പി നമുക്ക് ചെയ്യാം. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതിയാകും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമാണ് ഞാൻ മഷ്റൂമിന്റെ റെസിപ്പി കൊണ്ടുവരുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിരുന്ന തിരമിസു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞാൽ സന്തോഷം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ദയവേത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമാണ് പുതിയ പുതിയ വെറൈറ്റീസ് ആയി വീഡിയോസ് ആയിട്ട് ഞാൻ എനിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ഡൈനമൈറ്റ് ചിക്കൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഡൈനമൈറ്റ് ചിക്കൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1/2 കിലോ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്. ഞാൻ ഒരുപാട് വലിയ പീസായിട്ട് മുറിച്ചിട്ടില്ല, ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് വലിയ പീസസ് ആയിട്ട് മുറിക്കുകയാണെങ്കിൽ ഉള്ളിലോട്ടൊന്നും പിടിക്കാത്ത പോലെ തോന്നും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിക്കൻ്റെ പീസിന്റെ അളവ് തീരുമാനിക്കാം. വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ഇതിനേക്കാളും ചെറുതാക്കണമെങ്കിൽ ഇതിനേക്കാളും ചെറുതാക്കാം. അപ്പോൾ അത് ഡിപ്പെൻസ്. ഇപ്പോൾ നന്നായി വാഷ് ചെയ്ത് വെക്കണം. ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ചിക്കൻ്റെ പീസസ് ആണിത്. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. അപ്പം ആദ്യം തന്നെ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ഇതിലോട്ട് ആദ്യം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ പാപ്രിക്ക പൗഡർ. ഇപ്പം ഞാനിവിടെ പാപ്രിക്ക പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 1/2 ടീസ്പൂണിൻ്റെ സ്പൂണിൽ 2 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. അത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ഉപ്പ്. ഉപ്പിന്റെ അളവൊക്കെ ഡിപ്പെൻസ് കേട്ടോ. ആദ്യമേ തന്നെ ഒരുപാട് ഉപ്പിടണ്ട. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ. അതായത് വെളുത്തുള്ളി ഉണക്കി പൊടിച്ചതാണ്. നിങ്ങളുടെ അടുത്ത് ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ ഗാർലിക് നന്നായി അരച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ പൗഡർ ഉള്ള കാരണം 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് ഇടാൻ പോകുന്ന ഒറിഗാനോ ആണ്. ഒറിഗാനോ നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഉള്ളവർ ഇടുക, ഇല്ലാത്തവർ ഒഴിവാക്കുക. ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ലൊരു വാസനയൊക്കെ ഉണ്ടാകും. അത് കൈ കൊണ്ടൊന്ന് ഞരടി ഇട്ട് കൊടുക്കുക. ഇപ്പം തൈം ഉണ്ടെങ്കിൽ തൈം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഒറിഗാനോ മാത്രം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, ഇല്ലാണ്ടും ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികളും സോയാ സോസും ഒക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അത് ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് മിനിമം 30 മിനിറ്റ് എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതായത് പുരട്ടി വെക്കണം. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഓവർനൈറ്റ്, അത് രാത്രി പുരട്ടി വെക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ പുരട്ടി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 30 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഇന്നലെ ഇതിന് മഷ്റൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റേറിയൻസിന് മഷ്റൂമിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഉടനെ തന്നെ അതും ചെയ്യാം. കുറച്ച് മാറ്റങ്ങൾ വരുത്തണം നമ്മൾ ഇതിനേക്കാളും. ഞാൻ ഡാർക്ക് സോയാ സോസാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ അടുത്ത് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ഒഴിക്കാം കേട്ടോ. ഓക്കെ, നന്നായിട്ട് എല്ലായിടത്തും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 1/2 മണിക്കൂർ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലോട്ട് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തത് ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് 2-3 സ്റ്റെപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ എളുപ്പപ്പണി ചെയ്യുന്നത്. അപ്പം മുട്ട എന്തിനാണ് ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി മൈദ കോൺഫ്ലോർ മിക്സിലോട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് അതിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുട്ട ചേർക്കുന്നത്. മുട്ട നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാത്രം എടുക്കുക. ആ പാത്രത്തിലോട്ട് 1/2 കപ്പ് മൈദ അല്ലെങ്കിൽ 1/2 കപ്പും ആട്ട, ഏതെങ്കിലും ഒന്ന് മതി. ഞാനിപ്പോൾ മൈദയാണ് എടുക്കുന്നത്. 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് കോൺഫ്ലോറും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ, കുരുമുളകിൻ്റെ പൊടി. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ തുടങ്ങുന്നതിനേക്കാളും മുൻപ് ഇതിലേക്കുള്ള സോസ് ഉണ്ടല്ലോ, ഇത് ഡിപ്പ് ചെയ്യാനുള്ള
സോസ് നമുക്ക് ആദ്യമേ തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഇത് ചൂടോടുകൂടി സെർവ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ചിക്കൻ ആ സോസിലോട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ സെർവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ ഗസ്റ്റിന് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് കഴിക്കേണ്ടത് ആ സമയത്ത് മാത്രം ഫ്രൈ ചെയ്താൽ മതി. അതേസമയം നമുക്ക് സോസൊക്കെ റെഡിയാക്കി ആദ്യമേ തന്നെ വെക്കുക. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിന് മുമ്പ് വറുക്കുന്നേക്കാൾ മുമ്പ് നമുക്ക് സോസ് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം. മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് മയണൈസ്. അപ്പോൾ മയണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ 2 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിത്തൗട്ട് എഗ്ഗും വിത്ത് എഗ്ഗും, മുട്ട ചേർത്തിട്ടും മുട്ട ചേർക്കാത്തതും മയണൈസ് ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് താല്പര്യം അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മുട്ട ചേർത്തിട്ടുണ്ടാക്കിയ മയണൈസ് ആണ്, ഹോം മെയ്ഡ് ആണ്. അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മയണൈസ് ആണെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചില്ലി സോസ് ആണ്. ചില്ലി സോസിന്റെ അളവ് ഡിപ്പെൻസ് കേട്ടോ. നിങ്ങൾ ആദ്യം ഒഴിച്ചു കൊടുത്ത് നോക്കിയിട്ട് ഓരോരുത്തർക്കും വേണ്ട എരിവിന്റെ അളവ് അനുസരിച്ച് മാറ്റം വരുത്തണം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ശ്രീരച്ച ഹോട്ട് ചില്ലി സോസ് ആണ്. സാധാരണ ഹോട്ട് ചില്ലി സോസ് ആണെങ്കിലും പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ പിന്നെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്കും ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സ്വീറ്റ് ചില്ലി സോസ് ആണ്. നിങ്ങളുടെ അടുത്ത് സ്വീറ്റ് ചില്ലി സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇതേപോലെ തായ് സ്വീറ്റ് ചില്ലി സോസ് ഉള്ള കാരണം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ സ്വീറ്റ് ചില്ലി സോസ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ വേണമെങ്കിൽ പറയണം. കമന്റ് ചെയ്താൽ മാത്രമേ ഞാൻ ഉണ്ടാക്കുള്ളൂ. കാരണം വെറുതെ ഉണ്ടാക്കിയിട്ട് ആരും കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോസാണ്. ഞാൻ സ്വീറ്റ് ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കെച്ചപ്പാണ്. അത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് നോക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് ഒഴിക്കണ്ട. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വീറ്റ് ചില്ലി സോസ് ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് കേട്ടോ. അളവ് മാറ്റം വരുത്തണം. ഞാൻ ഇതിൽ ഇനി പാപ്രിക്ക പൗഡറോ ചില്ലി പൗഡറോ ചേർക്കുന്നില്ല. കാരണം അത് ചേർക്കുമ്പോൾ എനിക്കൊരു പച്ചവാസന വരുന്ന പോലെ തോന്നാറുണ്ട്. അതായത് കുക്ക് ചെയ്യാത്തൊരു മുളക് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോഴേ. അപ്പോൾ അതിനനുസരിച്ച് എരിവ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ സോസുകളുടെ അളവ് കൂട്ടിയാൽ മതി. അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ. പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി കുറച്ച് ചേർക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ ചേർത്ത പോലെ ഗാർലിക്കിന്റെ പൗഡർ അല്ലെങ്കിൽ ഗാർലിക്കിന്റെ പേസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ തേൻ, ഹണി. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ചേർത്താൽ മതി. ഹണി ഓപ്ഷനിലാണ് കേട്ടോ. ഹണി ഉണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതിനുശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. അതായത് എരി കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ചില്ലി സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. കുറച്ചും കൂടെ വേണമെങ്കിൽ ചില്ലി സോസ് ഒഴിക്കും. ഒരു 1/2 ടീസ്പൂണും കൂടെ ചില്ലി സോസ് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അത്ര മതി. ഒരുപാട് എരി കൂടിയാലും നന്നായിട്ടുണ്ടാവില്ല. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സിനനുസരിച്ച് ഈ സോസിൻ്റെ ടേസ്റ്റ് മാറ്റണം കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യുക, ഇതിലോട്ട് ഇട്ട് മിക്സ് ചെയ്യുക, പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യുക. അത്രയുള്ള പരിപാടി. അപ്പോൾ നമുക്ക് ഈ സോസ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ മീഡിയം ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ എണ്ണയുടെ ചൂട് ഒരുപാട് കൂടാൻ പാടില്ല. എപ്പോഴും മീഡിയം ടെമ്പറേച്ചർ ആയിരിക്കണം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചിക്കൻ്റെ പീസസ് ഈ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇതിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മുട്ടയിൽ മുക്കി പിന്നെ ഇതിൽ 2 പ്രാവശ്യം മിക്സ് ചെയ്യുന്ന പരിപാടിയാണ് സാധാരണ കാണാറുള്ളത്. ഞാനതിനെ കുറച്ചൊന്ന് ഈസി ആക്കിയെന്ന് മാത്രം. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരിപ്പയിൽ കൂടെ ജസ്റ്റ് ഒന്ന് അങ്ങനെ അരിച്ചു കൊടുക്കും. അപ്പോൾ എക്സസ് ആയിട്ടുള്ള പൊടി പാത്രത്തിലോട്ട് തന്നെ വീഴും. ഓവറായിട്ട് നമ്മുടെ എണ്ണയിലേക്ക് പൊടി വീഴൂല്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതുപോലെ ചെയ്തോളൂ. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു എന്ന് മാത്രം. അപ്പം എല്ലാ ഭാഗത്തേക്കും പിടിക്കുകയും ചെയ്യും, എക്സസ് ആയിട്ടുള്ള പൊടി പോവുകയും ചെയ്യും. അങ്ങനെ. അല്ലെങ്കിൽ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കഷ്ണവും ഇതിലിട്ടിട്ട് ഇങ്ങനെ പരട്ടിയെടുക്കാൻ ഒരുപാട് സമയം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയാണോ ഇഷ്ടം, എളുപ്പം തോന്നുന്നത് അതുപോലെ ചെയ്തോളൂ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഞാൻ ചെയ്ത ഉദ്ദേശം മനസ്സിലായില്ലേ? ഇനി നമുക്കിത് നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഗോൾഡ് കളർ ആവുന്നവരെ, നല്ല ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഓവർ ഫ്രൈ ചെയ്യാൻ പാടില്ല, എപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എല്ലാ ചിക്കനും ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജോലി ഈസി ആയി കിട്ടും. KFC ചിക്കൻ ചെയ്തില്ലേ, അതിൻ്റെ വേറൊരു വെർഷൻ. ഇതിപ്പോൾ ഇതുപോലെ തന്നെ മാത്രം കൊടുക്കാട്ടോ കുട്ടികൾക്ക്. ഇവിടെ ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടികൾ. വേറെ ഒന്നും സോസിലൊന്നും ഇടാണ്ട് തന്നെ. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തിരിച്ചു മറിച്ചിട്ടങ്ങ് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. ഓവർ ഫ്രൈ ചെയ്യണ്ട, അപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് കട്ട് ചെയ്ത് പോകും. ഉള്ളിൽ സോഫ്റ്റും പുറത്ത് ക്രിസ്പി ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്കത് എടുത്തിട്ട് ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോട്ടോ മാറ്റാം. ഞാനിപ്പോൾ അരിപ്പയിലോട്ടാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതേപോലെ തന്നെ എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. ഇത് ലാസ്റ്റ് ബാച്ച് കോരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം കോരിയ ബാച്ച് തണുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ കുറച്ചും കൂടെ നന്നായി ചൂടാക്കും. അതായത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ചിക്കനും കൂടെ ഒരുമിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കോരിയെടുക്കുക. അപ്പോൾ ആ തണുത്ത് ആദ്യം നമ്മൾ വറുത്ത് കോരി തണുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് വരും. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചതിന് ശേഷം അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്നു മാത്രം. ഇനി നമുക്ക് നമ്മുടെ സോസിലോട്ട് ചിക്കൻ മിക്സ് ചെയ്യാം. എല്ലാത്തിനും കൂടെ സോസ് തികഞ്ഞു എന്ന് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ സോസ് നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. ഇത് കറക്റ്റാണ്. ചൂടോട് കൂടിയുള്ള ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ മറക്കരുത്. എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. എരിവും പുളിയും ഉപ്പും എന്നിട്ട് മിക്സ് ചെയ്യുക. കറക്റ്റാണ്. ഓവർ സോസ് ആയി കഴിഞ്ഞാൽ നന്നായി ഉണ്ടാവില്ല. ഇത് എല്ലാത്തിനും പരണ്ടിരിക്കുന്ന രീതിയിലുള്ള ഇത് മതിയാവും. ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലാസ്സിലാണ്. അതിൽ ലെറ്റ്യൂസ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് വരുന്ന രീതിയിലാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. സെർവ് ചെയ്യാം. ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ഈ ഗ്ലാസ് ഉള്ള കാരണം ഇതിൽ ഞാൻ സെർവ് ചെയ്തൊന്ന് മാത്രം കേട്ടോ. ഇല്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രമാണോ അതിൽ സെർവ് ചെയ്താൽ മതി. PF ചാൻസിൽ പോയി കഴിക്കുമ്പോൾ അവരിങ്ങനെയാണ് കൊണ്ടുവരാറുള്ളത്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് ഉള്ളിത്തണ്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഉണ്ടെങ്കിൽ, അതായത് സ്പ്രിംഗ് ഓണിയൻ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ എടുത്തപ്പോഴേക്കും കുറച്ച് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വായ ഞാൻ കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ? അടിപൊളി. അവിടെ കിട്ടുന്ന അതേ ടേസ്റ്റ് എന്ന് പറഞ്ഞേക്കാളും നല്ലത് അവിടെ കിട്ടുന്നതിനേക്കാളും ഗംഭീരമായിട്ടുണ്ടെന്നുള്ളതാണ് അത് കുറച്ചും കൂടെ ആപ്റ്റ് വേർഡ്. കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാലോ എന്തൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെജിറ്റേറിയൻസിന് വേണമെന്നുണ്ടെങ്കിൽ മഷ്റൂമിൻ്റെ വേർഷൻ ഞാൻ കാണിച്ചു തരാം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ സോസും സ്വീറ്റ് ചില്ലി സോസ് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ഇടുക. ഓക്കെ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.